നോളസിറ്റിയുടെ പ്രവർത്തന മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി, ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി. അപ്പോഴൊക്കെ നമ്മൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. മുത്തുനബിയോട് നേരിട്ട് ചോദിക്കുകയാണ്, എന്റെ ദോഷം പൊറുക്കണം നബിയേ, ഈ അക്രമത്തിന്, ഈ ക്രൂരതക്ക് അങ്ങ് ഞങ്ങളോട് പൊറുക്കണേ യാ റസൂലല്ലാഹ്. അല്ലാഹു പറയുന്നു, അന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. വ്യക്തമാണ് ഖുർആനിലെ ആയത്ത്, എത്ര വ്യക്തമാണ്. വഅന്നൽ മസാജിദ ലില്ലാഹ്, മസ്ജിദുകൾ അല്ലാഹുവിനുള്ളതാണ്, പള്ളികൾ അല്ലാഹുവിനുള്ളതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, അവിടെ നിങ്ങൾ അല്ലാഹുവിനോടൊപ്പം ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല. എന്നാൽ നമ്മുടെ നാട്ടിലുള്ള മസ്ജിദുകളുടെ സ്ഥിതി എന്താണ്? ആളുകളിൽ ചിലർ സിയാറത്ത് ടൂർ എന്ന പേരിൽ വലിയ ബസ് എടുത്ത് ആളുകളെ കൊണ്ടുവന്ന് ഓരോ പള്ളികൾ സന്ദർശിക്കുകയാണ്. എന്നിട്ട് എന്താ ചെയ്യുന്നത്? എന്നിട്ട് അവിടെ പോയി ചെയ്യുന്നത്? ജാറത്തിൽ കിടക്കുന്ന വലിയനോടാണ് ദുആ ചെയ്യുന്നത്, ജാറത്തിൽ കിടക്കുന്ന വലിയനോടാണ് പ്രാർത്ഥിക്കുന്നത്. രോഗം മാറ്റിത്തരാനും, പ്രയാസങ്ങൾ നീക്കാനും, വിസ ശരിയാക്കാനും, ബുദ്ധിമുട്ടുകൾ നീക്കാനും, കുട്ടികളെ തരാനും ഒക്കെ ദുആ ചെയ്യുന്നത് ആരോടാ? വലിയനോട്. അല്ലാഹു പറയുന്നു, വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, നിങ്ങൾ അല്ലാഹുവിനോടൊപ്പം മസ്ജിദുകളിൽ ഒരാളെയും വിളിച്ച് ദുആ ചെയ്യരുത്. മുഫസ്സിരീങ്ങളിൽ ചില അഭിപ്രായമുണ്ട്, മസ്ജിദ് എന്ന് പറഞ്ഞാൽ ഭൂമി മുഴുവൻ പള്ളിയാണ്, എവിടെ അല്ലാതെ ദുആ ചെയ്യരുത്. മുഫസ്സിരീങ്ങളിൽ ചില പറഞ്ഞു, കാരണം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ജുഇലത് ലിയൽ അർദു മസ്ജിദൻ വതുഹൂറാ, എനിക്ക് ഭൂമി മുഴുവൻ അല്ലാഹു മസ്ജിദാക്കി തന്നിരിക്കുന്നു എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞു, വഅന്നൽ മസാജിദ ലില്ലാഹ്, ഭൂമി മുഴുവൻ അല്ലാഹുവിനുള്ളതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, അതുകൊണ്ട് അവിടെയൊന്നും നിങ്ങൾ അല്ലാഹു അല്ലാത്ത ഒരാളെയും അവനോടൊപ്പം വിളിച്ചു തേടാൻ പാടില്ല. എന്താ അവിടെ പറഞ്ഞത്? ഫലാ തദ്ഉ മഅല്ലാഹി അഹദാന. അറബി അറിയുന്ന ആളുകൾ ഏതൊരാളുണ്ടെങ്കിലും അവർക്ക് മനസ്സിലാകും ആ പറഞ്ഞത് നഖിറയാണ്. അഹദാന പറഞ്ഞു ഒരാളെയും, ആ പറഞ്ഞ ഒരാളിൽ എല്ലാവരും പെട്ടു. ഇനി അതിൽ പെടാത്ത ഒരാളില്ല. ജിന്ന് പെട്ടു, മലക്ക് പെട്ടു, മനുഷ്യൻ പെട്ടു, മരിച്ചുപോയവർ പെട്ടു, ജീവിച്ചിരിക്കുന്നവർ പെട്ടു, ഒരാളും അതിന് ഒഴിവല്ല. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, അല്ലാഹുവിനോടൊപ്പം നിങ്ങൾ ഒരാളെയും വിളിച്ചു ദുആ ചെയ്യരുത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, ഖുൽ, പറയുക നബിയേ, ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദാ, അവനിൽ ഒരാളെയും ഞാൻ പങ്കു ചേർക്കുന്നതല്ല. അതുകൊണ്ട് അല്ലാഹുവിനോടൊപ്പം ഒരാളോട് ദുആ ചെയ്യാൻ പാടില്ല, ഒരാളോട് പ്രാർത്ഥിക്കാൻ പാടില്ല.